എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പരീക്ഷകൾ, അതായത് +2 അതുപോലെ +1 പരീക്ഷ, അതുപോലെ തന്നെ +1 സേ ഓർ ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ +1 +2 റെഗുലർ, കമ്പാർട്ട്മെന്റൽ, അതുപോലെ സ്കോൾ കേരള എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +1 +2 പരീക്ഷകൾ മാർച്ച് 5, 6 തീയതികളിലായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ കമ്പാർട്ട്മെന്റ് വിഭാഗത്തിലുണ്ടാവും. കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു 2017 മുതൽ 2025 വരെയുള്ള കാലയളവിൽ +2 പരീക്ഷ എഴുതി പിന്നീട് +2 പരീക്ഷ എഴുതിയ ശേഷം തോറ്റിട്ടുണ്ടാവും. ചില വിദ്യാർത്ഥികൾ +2 സേ പരീക്ഷ എഴുതിയിട്ട് തോറ്റിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പല തവണ പരീക്ഷ എഴുതി തോറ്റ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ 2017 മുതൽ 2025 വരെ +2 പരീക്ഷ എഴുതുകയും വിവിധ പരീക്ഷകൾ വീണ്ടും എഴുതിയിട്ടും തോക്കുകയും അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതി തോക്കുകയൊക്കെ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 2026 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +1 തോറ്റ സബ്ജക്റ്റിൻ്റെ +2 പരീക്ഷ എഴുതണം, +2 തോറ്റ സബ്ജക്റ്റിൻ്റെ +1 പരീക്ഷ എഴുതണം. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഏത് വർഷത്തെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി +1 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റിൻ്റെ +2 പരീക്ഷ എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ജയിച്ച വർഷത്തെ ആ ഒരു ബെറ്റർ സ്കോർ, അതായത് ആ ഒരു വിദ്യാർത്ഥി ഈ വർഷം എഴുതിയപ്പോൾ ലഭിച്ച സ്കോറാണോ അല്ല ഇതിനു മുമ്പ് എഴുതിയപ്പോൾ ലഭിച്ച സ്കോറാണോ, ഏതാണ് കൂടിയ മാർക്ക്, ആ ഒരു മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ +2 തോറ്റ സബ്ജക്റ്റ് ഒരു വിദ്യാർത്ഥി ഈ ഒരു കമ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി ആ സെയിം സബ്ജക്റ്റിന്റെ +1 പരീക്ഷ എഴുതണം. അപ്പോൾ അങ്ങനെ +1 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ +1ന്റെ മാർക്ക് മുമ്പ് എഴുതിയ പരീക്ഷയുടെ മാർക്കാണോ കൂടുതൽ അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയ പരീക്ഷയുടെ മാർക്കാണോ കൂടുതൽ, ആ ഒരു കൂടിയ ബെറ്റർ സ്കോർ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കമ്പാർട്ട്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ ഒരു വിദ്യാർത്ഥികൾ തോറ്റ സബ്ജക്റ്റിന്റെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റിന്റെ +1 +2 പരീക്ഷകൾ നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ തോൽക്കാതെ ആ ഒരു വർഷത്തെ സബ്ജക്റ്റിന്റെ ആ ഒരു സെയിം സബ്ജക്റ്റിൻ്റെ ഇപ്പോൾ +2 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ +1 പരീക്ഷ നിങ്ങൾ ഓൾറെഡി ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാനും ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു 2026 മാർച്ച് മാസത്തിലെ +2 പരീക്ഷ എഴുതി തോറ്റ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2026 മാർച്ച് മാസത്തിലെ +2 പരീക്ഷ എഴുതി തോറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക എന്ന് ആലോചിക്കുന്നതിന് മുമ്പായിട്ട് തോൽക്കാതെ ജയിക്കാനായിട്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തോറ്റ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വേറെ വിവിധ കോഴ്സുകളുടെ പ്രവേശന നടപടികളൊക്കെ ആ ഒരു ഘട്ടത്തിൽ ആരംഭിക്കുന്നതുകൊണ്ട് പിന്നീട് ചില സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ ജയിക്കാനായിട്ടും അതുപോലെ മെച്ചപ്പെട്ട മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് +2 തോറ്റാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ +2 നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകും. +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഏകദേശം നിങ്ങളുടെ റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആരംഭിക്കും. അപ്പോൾ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2, 3, 4 ദിവസം ഒക്കെ ആയിരിക്കും രജിസ്ട്രേഷൻ ആയിട്ടുണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് +2 ആദ്യമായിട്ട് പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് +2വിൻ്റെ സേ പരീക്ഷയോടൊപ്പം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഒരു സബ്ജക്റ്റ് തോൽക്കുകയും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറയുകയും ചെയ്താൽ ഒരു സബ്ജക്റ്റ് സെയിം ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഒരു പരീക്ഷയുടെ പേരെന്ന് പറയുന്നത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നത് ആയതിനാൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ തോറ്റ സബ്ജക്റ്റിൻ്റെ ജയിക്കുന്നതിനായിട്ട് സേ പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റ് ഏതാണോ അതിന് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാം, അതായത് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെയിം ഇംപ്രൂവ്മെൻറ്റും രണ്ടും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പരീക്ഷ എന്ന സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സേ പരീക്ഷ എത്ര വിഷയമാണ് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. സേ പരീക്ഷ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാണോ നിങ്ങൾ തോറ്റത് അത്രയും സബ്ജക്റ്റിൻ്റെ സേ പരീക്ഷ എഴുതാം. അതായത് 6 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ 6 സബ്ജക്റ്റും സേ പരീക്ഷ എഴുതാൻ പറ്റും. അതായത് തോറ്റ സബ്ജക്റ്റിന് മാത്രമാണ് സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ +1ൻ്റെ ക്വസ്റ്റ്യൻ ആണോ ഉണ്ടാവുക എന്നുള്ളത്. ഒരിക്കലുമല്ല, +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 സബ്ജക്റ്റിൻ്റെതായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിനായിട്ട് ഏകദേശം ജൂലൈ അവസാനത്തോടെയൊക്കെ ആയിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അഡ്മിഷനും ഏകദേശം ആ ഒരു സമയത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം വിദ്യാർത്ഥികൾ തോറ്റ ശേഷം ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് പരീക്ഷയ്ക്ക് മുമ്പ് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിലായിരിക്കണം വിദ്യാർത്ഥികളുടെ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് മുൻകൂട്ടി വിദ്യാർത്ഥികളെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ്. +2വിൻ്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ബയോളജി സയൻസ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 2026 പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക്
എഞ്ചിനീയറിംഗിൻ്റെ അതായത് എഞ്ചിനീയറിംഗിൻ്റെ ഈ ഒരു അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത്, അതായത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന +2വിൻ്റെ എക്സാമിനേഷൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത്. അതുപോലെ നീറ്റിനാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ +2വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയുടെ മാർക്കാണ് പരിഗണിക്കുന്നത്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിലും നിങ്ങളുടെ +2വിൻ്റെ സ്കോറാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 18 മാർക്കാണ് ഒരു വർഷം ജയിക്കാൻ വേണ്ടത്. അതുപോലെ സെക്കൻഡ് ഇയറിലും 18 മാർക്കാണ് വേണ്ടത്. അങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് 36 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയാൽ മതിയാകും. അതായത് നിങ്ങൾക്ക് ഈ ഒരു 18 എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ വർഷം വായിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് നിങ്ങളുടെ TE മാർക്ക് 36 മാർക്ക് മതിയാകും. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷം 24 വെച്ച് വായിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ ആ രീതിയിൽ വായിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ +2വിൻ്റെ പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് 24 അതിൽ കൂടുതൽ മാർക്ക് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു 48 മാർക്ക് ടോട്ടലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാനായിട്ട്, അതായത് TE മാർക്ക് 48 മാർക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 48 മാർക്ക് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു +2 പരീക്ഷ ജയിക്കുന്നതായിരിക്കും. ഇനി എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിലൊന്നും ആയിരിക്കില്ല മാർക്ക് ഉണ്ടാവുക. പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ +1 തന്നെ ഡബിൾ പാസ് മാർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വായിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല മാർക്ക് വായിക്കാം. ടെൻഷൻ ഒന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഒരു പരീക്ഷയാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ മാർക്ക് കൂടാം കുറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി മാർക്ക് വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതായത് എനിക്കിപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ എനിക്ക് +1 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് +1 കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു 35 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 30 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ +2 പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 15 മാർക്കാണ് എനിക്ക് +2വിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം 15 മാർക്ക് തന്നെയാണ് എന്നൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ 2 സബ്ജക്റ്റിന് +2 നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മാർക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ 2 സബ്ജക്റ്റ് +2വിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് ആകെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ കേസിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതിനാൽ തന്നെ അതും DHSCയുടെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ ആ ഒരു അറ്റംപ്റ്റിൽ, അതായത് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. +2 പരീക്ഷ റിസൾട്ട് വന്ന ശേഷം പിന്നീട് ഒരു സബ്ജക്റ്റാണ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിലധികം സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച TE മാർക്ക്, അതായത് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയ മാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും, അതായത് GM, അതായത് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. ഈ ഒരു മാർക്കും നോക്കിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അതേസമയം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടാവണമെന്നില്ല. അതിനാൽ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് TE മാർക്ക് മാത്രമായിരിക്കും നോക്കുക. CE മാർക്ക് യാതൊരു കാരണവശാലും ജയിക്കാനായിട്ട് പരിഗണിക്കുന്നതല്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ എഴുതി തന്നെ ഈ ഒരു മാർക്ക് വായിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനാൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു +2 പരീക്ഷ തോൽക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. +2 പരീക്ഷ തോൽക്കുകയാണ്, അത് +2വിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ റിസൾട്ടിൽ ഫസ്റ്റ് ഇയറിലേത്, അതുപോലെ സെക്കൻഡ് ഇയറിലേത്, അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ എന്നിങ്ങനെ 3 രീതിയിൽ ആണ് തരംതിരിച്ച് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് ടോട്ടൽ നോക്കുക. ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക് നോക്കുക. TE മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കതിന് 36 മാർക്ക് നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഒരു മാർക്കിൽ കുറവാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ TE മാർക്കിൻ്റെ കൂടെ ഗ്രേസ് മാർക്കും കൂട്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റിന് നേരെ ഗ്രേസ് മാർക്ക് GM എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മാർക്ക് എത്രയാണോ അത് കൂട്ടിയിട്ട് 36, 40 50, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 കിട്ടിയിട്ടുണ്ടോ, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ 48 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്ന് മനസ്സിലാക്കാം. അതേസമയം ഈ ഒരു മാർക്കിനേക്കാൾ കുറവാണ് നിങ്ങൾക്ക് കൂട്ടിയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ തോറ്റത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ തോറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് വന്ന് ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ഒരു +2 പരീക്ഷ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ
പ്രിൻസിപ്പാളിന് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്നും ആ ഒരു ഫോമും അതിൻ്റെ കൂടെ വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റിന് എത്ര സബ്ജക്റ്റാണ് തോറ്റത്, ഒരു സബ്ജക്റ്റിന് ഏകദേശം 150 രൂപയാണ് സേ പരീക്ഷ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആ 150 രൂപയും അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഫീസ് 40 രൂപയും, എത്ര സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷ ചെയ്താൽ ഒരു സബ്ജക്റ്റിന് 150 രൂപ. അതിൻ്റെ കൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്ര എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ജൂൺ മാസത്തോടെ പരീക്ഷ നടക്കും. ജൂൺ മാസം ആദ്യവാരത്തോടെ തന്നെ പരീക്ഷ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. ഇനി പ്ലസ് ടു പരീക്ഷ എഴുതി നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുണ്ട്, എന്നാൽ ഒരു വിഷയത്തിന് മാത്രം മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ ഈ ഒരു പ്ലസ് ടു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ആയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് ഇംപ്രൂവ്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് 500 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ആ ഒരു പൈസയും അതിൻ്റെ കൂടെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടു റിസൾട്ടിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്നും, അപ്പോൾ അത്രയും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേ രീതിയിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ നടക്കുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ പ്ലസ് ടു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരാനായിട്ട് ഏകദേശം ജൂലൈ പകുതിയോടെ ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എഴുതുന്ന പരീക്ഷയിൽ തന്നെ മികച്ച മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സേയുടെ അപേക്ഷ നൽകേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2026 മാർച്ച് മാസത്തിലെ പ്ലസ് 1 പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ സേ ഓർ ഇംപ്രൂവ്മെൻ്റ് അല്ല, 2026 മാർച്ചിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, സ്കോൾ കേരള പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുക. 2026 മാർച്ചിൽ, അതായത് ഈ ഒരു അടുത്ത മാസത്തെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്താത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്താനായിട്ട് പറ്റുന്നതല്ല. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. ജസ്റ്റ് പ്ലസ് ടു സേ പരീക്ഷ എഴുതി ജയിക്കാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയം മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ മെച്ചപ്പെട്ട സ്കോർ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങളൊരു 50 മാർക്കോ അതിന് മുകളിലോട്ടോ മാർക്ക് വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങളൊരു 70 മാർക്കോ അതിന് മുകളിലോട്ടോ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുക. ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ഒരു 40 മാർക്കിന് മുകളിലോട്ട് 60 മാർക്ക് സബ്ജക്റ്റിൽ മാർക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിലൊരു 60 മാർക്കിന് മുകളിലോട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് മെച്ചപ്പെട്ട സ്കോർ വാങ്ങിച്ചാലാണ് നല്ലൊരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരീക്ഷയുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സർക്കുലറും കാര്യങ്ങളൊക്കെ പുതിയ വെബ്സൈറ്റിലാണ് വരുന്നത്. hsc.kerala.gov.in എന്നുള്ള പുതിയ ഈ ഒരു DHSC പോർട്ടലിലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് DHSC പോർട്ടൽ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് കിട്ടും. അതായത് കഴിഞ്ഞ വർഷം റിസൾട്ടൊക്കെ നോക്കിയ വെബ്സൈറ്റാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ വഴിയാണ് പുതുതായിട്ട് ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.